Hello students, welcome to another episode of In Conversation series with Achievers. And in this episode, I'm extremely happy, proud and privileged to bring together an icon of the industry, a person who actually needs no introduction. പക്ഷേ ഇന്ന് സാധാരണ സംഭവിക്കുന്നതിനേക്കാൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മദർ ടങ് മലയാളം ആയതുകൊണ്ട് കൂടുതലും മാതൃഭാഷയിൽ തന്നെ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. So we will be using a mix of English and Malayalam, which is our mother tongue. And the person who I am going to introduce you, it is actually a little കുറച്ച് അഹങ്കാരമാണ് ഈ വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഈ ഒരു പ്രോഗ്രാമിന്റെ നേച്ചർ അതായതുകൊണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, വെരി വെരി ഹാപ്പി ടു പ്രസന്റ് ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. അദ്ദേഹത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെ ഈ പ്രോഗ്രാമിൽ നമുക്ക് പറഞ്ഞു തരും. He is an entrepreneur, inventor, author, philanthropist, activist, etc. But most prominently known as the person behind the V-Guard brand, Wonderla, Vegaland, etc. My dear students, please welcome Kochauseppe sir to the show. Welcome, sir. Hi, thank you, Ajay. Thank you for inviting me. Good. Thank you. Thank you, sir, for joining us. Students, ആദ്യം തന്നെ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉള്ളത്, ഫിസിക്സ് ചേംബറിലെ സ്റ്റുഡൻസും അവരുടെ മാതാപിതാക്കളുമാണ് ഈ പ്രോഗ്രാംസ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അറൌണ്ട് ദ വേൾഡ്. അപ്പോൾ ഫിസിക്സ് ചേംബറിൽ ഇന്ന് വന്നിരിക്കുന്ന അതിഥി അദ്ദേഹം ഫിസിക്സിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതൊരു കൗതുകകരമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ആണ്. സോ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഓൺട്രപ്രണോറിയൽ വെഞ്ചർ V-Guard 1977 സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ സം 40 years ഓൺ, ഫിസിക്സ് പഠിച്ചതിൽ നിന്ന് ഒരു ഫിസിക്സ് ബീങ് എ പ്രാക്ടിക്കൽ സയൻസ്, ആ ഫിസിക്സ് എന്നുള്ള സബ്ജക്ട് പഠിച്ചതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം സാറിന് തോന്നിയിട്ടുണ്ടോ in terms of your whole career and business? Thank you, Ajay. ആദ്യമേ തന്നെ ഞാൻ അജയോട് നന്ദി പറയട്ടെ. കാരണം ഇതുപോലൊരു ഇത്രയും കുട്ടികളെ ലിസൺ ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റേജിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു സന്ദേശമാവണമെങ്കിൽ നല്ല കാര്യം. വെരി ഗുഡ്. നേരത്തെ അജയ് ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റ് ആണ്. കാരണം ഞാനൊരു ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഫിസിക്സ് ചേംബറിന്റെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അധികം സന്തോഷമുണ്ട്. ഞാനൊരു ഫിസിക്സ് ഫാനാണ്. അതായത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി പറയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴോ ഒരിക്കലും ഒരു എന്റർപ്രണർ, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നില്ല. എൻ്റെ ആഗ്രഹം ഒരു സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷനായിരുന്നു എനിക്കുള്ളത്. കാരണം എനിക്ക് ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് ഫെല്ലോ ആയിട്ട് കൂടുകയാണെങ്കിൽ വലിയ ശല്യമൊന്നുമില്ലാതെ അങ്ങോട്ട് ഒതുങ്ങി കൂടാലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യമാ എന്ന് പറയട്ടെ, എനിക്ക് അത്തരത്തിലുള്ള നല്ലൊരു ജോലി ISRO അല്ലെങ്കിൽ BIRCയിലൊക്കെ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പല വർഷങ്ങളും അപ്ലൈ ചെയ്തിട്ടുള്ളതാ. കിട്ടിയില്ല, ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ. കിട്ടിയത് ഒരു ചെറുകിട സ്ഥാപനത്തിൽ ഒരു സൂപ്പർവൈസറി ഒരു പോസ്റ്റാണ് കിട്ടിയത്. ഞാനത് ഗ്രാബ് ചെയ്തു. അങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടായത് ലൈഫിൽ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഫിസിക്സ്, ഞാൻ പറയും ഫിസിക്സ് ആണ് എല്ലാത്തിൻ്റെയും ആധാരം. അതിൻ്റെ ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ എന്ന് ഞാൻ പറയും. അതായത് നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യത്തിനും അതിൻ്റെ ഒരു ഫിസിക്സ് ബേസ് ഉണ്ട് എന്ന് വാശി പിടിക്കാറുള്ളതാണ് ഞാനത് പലപ്പോഴും സാധാരണ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. സ്റ്റുഡൻസിന് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്നിപ്പെറ്റ് ആയിരിക്കും. കാരണം സാറിനെ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നൗ ദാറ്റ് യു ആർ ടെല്ലിംഗ് മീ സാർ, ഇപ്പോ ഞാൻ സാർ പറഞ്ഞു ഒരു സയന്റിസ്റ്റ് ആയിട്ട് പ്രൊഫഷൻ ആരംഭിക്കാനാണ് താല്പര്യപ്പെട്ടതെന്ന്. ഇപ്പൊ സാറിന്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാൽ തന്നെ ഇസ്രോയിലുള്ള ഒരു സീനിയർ സയന്റിസ്റ്റിന്റെ ഒരു ലുക്കാണ് സാറിന് ഇപ്പോൾ ഉള്ളത്. ഇൻ ടേംസ് ഓഫ് യുവർ അപ്പിയറൻസ് ആൻഡ് ദ വൈറ്റ് ബിയർഡ് ആൻഡ് ഓൾ ദാറ്റ്, ഇറ്റ് ലുക്സ് വെരി നൈസ്. ഓൾ റൈറ്റ് സർ. സർ, ഇത് ഈ സാറിനെ കുറിച്ച് പല വിശേഷണങ്ങൾ പറയുമ്പോൾ രണ്ട് രീതിയിൽ, കാരണം ഞാൻ എന്റെ അധ്യയന ആസ് എ ടീച്ചർ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ
close to 25 years now. And I had the opportunity of teaching students from 8th standard on till about 25 years old students who are preparing for these postgraduate management entrance examinations like the CAT. അപ്പൊ ഈ രണ്ട് സെഗ്മെന്റിലുള്ള കുട്ടികൾ ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഞാൻ ഈ സ്കൂൾ ലെവലിലുള്ള കുട്ടികളുടെ അടുത്ത് ഞാൻ സാറിനെ പോലുള്ള ഒരാളുടെ പ്രൊഫൈല് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി അത് കാണുന്നത് ആസ് എൻ ഇൻവെന്റർ, ഓൺട്രപ്രണർ, ഹൂ ഇസ് എൻ എക്സ്പ്ലോറർ, ഹൂ ഇസ് എ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്. എന്നാൽ കോളേജിലും അതിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർ ലാച്ച് ഓൺ ചെയ്യുന്നത്, ഓ ഹീസ് എ ബിസിനസ് മാൻ, ഹീസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഓൺ ദ ഫോബ്സ് ലിസ്റ്റ് ഓഫ് ബില്യനേഴ്സ് വൺസ്, ഹീസ് എ ബില്യനയർ എന്നൊക്കെയുള്ള ഇമ്മീഡിയറ്റ് ഇംപ്രഷൻസ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളിൽ ഈ ഒരു തിങ്കർ, സോൾവർ, ഇൻവെന്റർ കൈൻഡ് ഓഫ് മെന്റാലിറ്റിയിൽ നിന്ന് ഒരു ബിസിനസ് മാൻ, പൈസ ഇമ്മീഡിയറ്റ്ലി കാണുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ സാറിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങിയപ്പോൾ പോലും ഇതുപോലെ വളർന്നു വലുതായി ഇതുപോലെ ഒരു ഇത്രയും വലിയ നിലയിൽ എത്തുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, 3 വർഷം ഞാൻ ജോലി ചെയ്തു. എന്നിട്ടും എനിക്ക് ഈ പറഞ്ഞ മാതിരി ISRO ഒന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നല്ല നിലയ്ക്ക് പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാവി ഒരു ക്രൈസിസ് സിറ്റുവേഷനിലായി. കാരണം എനിക്കെന്നാണെങ്കിൽ നല്ല ജോലി കിട്ടുന്നുമില്ല, അതേസമയം ഈ ഉള്ള കമ്പനി നന്നായിട്ട് പുരോഗതിയില്ല. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ, ആ ഒരു ക്രൈസിസിലാണ് ഞാൻ V-Guard തുടങ്ങുന്നത്. അപ്പൊ അന്ന് എൻ്റെ ഒരു ആഗ്രഹം ജസ്റ്റ് അന്ന് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും ഇരട്ടി ശമ്പളം ഉണ്ടാക്കുക, അത് എനിക്ക് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു അതിൻ്റെ പുറകിൽ തുടങ്ങാനുള്ള കാരണം. തുടങ്ങിയിട്ട് പോലും വർഷങ്ങൾക്ക് ശേഷമാണ് പടിപടിയായിട്ട് അത് ഉയർന്നു വലുതായത്. അല്ലാതെ ചിലർ ചോദിക്കും വലിയ വിഷനോട് കൂടി തുടങ്ങിയതാണോ? അല്ല. അന്ന് ജസ്റ്റ് ഡെയിലി ബ്രെഡ്, അതായത് മാസ വരുമാനം എന്നുള്ള ഒരൊറ്റ ആശയത്തിന്റെ പുറകിലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ടെക്നോളജിയോട് താല്പര്യം ഉണ്ടായിരുന്നു, സയൻസിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സാധനം ഡിസൈൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. എനിക്കത് പറ്റി. അത് മാർക്കറ്റിൽ ഞാനത് പ്രൂവ് ചെയ്തു. അത് തുടക്കത്തിലൊക്കെ മാർക്കറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. എന്നിരുന്നാലും പടിപടിയായിട്ട് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു വളർച്ച. താങ്ക് യു. ഓക്കെ സർ. സ്റ്റുഡൻസ്, ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വേറെ പല കോൺവെർസേഷനിൽ നിന്നും സാറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസിൽ നിന്നും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം വാട്ട് ഐ റിയലി റിമെമ്പർ ഈസ് അബൌട്ട് ഹിസ് obsession with quality and his obsession with small, what I tell you in my classes, small nanometer incremental of improvements as we go by. എനിക്ക് സാറിന്റെ ആദ്യത്തെ ഒരു ബുക്കിൽ വായിച്ചത് ഓർമ്മയുണ്ട്. The first time when you went to Japan, you were so impressed by the concept of quality circles there. എന്നിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് സാറിന്റെ കമ്പനിയിൽ അത് അപ്ലൈ ചെയ്തു. അപ്പോ ആ ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ ലോങ് ടേമിൽ എന്തുമാത്രം ഇഫക്റ്റ് വരുത്തും എന്നുള്ളതിന്റെ ഒരു ക്ലിയർ വിഷൻ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയത്. ആ ഒരു ആംഗിളിൽ നമ്മുടെ യങ്ങർ ജനറേഷനോട് ഒന്ന് സംസാരിക്കാമോ സാർ? അജയ് ഈ ഒരു പോയിന്റ് കൊണ്ടുവന്ന് നന്നായി. കാരണം ഈ ക്വാളിറ്റി കോൺഷ്യസ്നെസ്, സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, ഇത് രണ്ടുമില്ലാതെ ജീവിതത്തിൽ ഒരു ലോങ് ടേം സക്സസ്, അതൊരു ബിസിനസ് ആയാലും ശരി, ഒരു പ്രൊഫഷൻ ആയാലും ശരി, ഏത് ഫീൽഡിലായാലും ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരു ലോങ് ടൈം സക്സസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എത്ര നാൾ നമുക്ക് കുറെ പേരെ കബളിപ്പിക്കാൻ പറ്റും? സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും അത് പുറത്തു വരും. അപ്പോൾ ക്വാളിറ്റി കോൺഷ്യസ്നെസ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭാഗ്യത്തിന് തുടക്കം തൊട്ടേ അതിന് ഞാൻ അടിവരയിട്ട് ശ്രദ്ധിച്ചിരുന്നു. അത് ഏറെക്കുറെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിനായിട്ട് മാച്ച് ചെയ്തിരുന്നു എന്ന് വേണം എനിക്ക് തോന്നുന്നു. എനിക്കത് സന്തോഷമേ ഉള്ളൂ. അതായത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒബേ ചെയ്യാനും അല്ലെങ്കിൽ ഫോളോ ചെയ്യാനും. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു, ഞാനൊരു 2 ആഴ്ച ഒരു ട്രെയിനിങ്ങിന് ജപ്പാനിൽ പോയപ്പോഴാണ് അവരുടെ ഒരു ക്വാളിറ്റിയോടുള്ള ഒരു ഒബ്സഷൻ, അത് നമ്മളൊന്നും അതിൻ്റെ 7 അയൽവക്കത്ത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം അവർ വളരെ മൈന്യൂട്ട് നിറ്റഗ്രിറ്റീസ് നോക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വലിയ ടെക്നോളജി ഒന്നുമല്ല. സാധാരണ വർക്ക് ഫ്ലോറിൽ
ഫാക്ടറി ഓർഡിനറി വർക്ക്മെൻ അവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അതിനെയാണ് ഇവർ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് അവരോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ ആ സെക്ഷനിലെ പ്രൊഡക്ഷൻ കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സെക്ഷനിലെ ക്വാളിറ്റി കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സെക്ഷനിലെ അങ്ങനെ അവര് എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്തവരാണ് ഈ സജഷൻസ് വരുന്നത്. അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനകത്ത് അർത്ഥമുണ്ടോ എന്ന് നോക്കി അങ്ങനെ അത് കമ്പൈൽ ചെയ്തിട്ടാണ് ഇവര് പടിപടിയായിട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുന്നത്. അല്ലാതെ വലിയ റിസർച്ച് സെന്ററുകൾ ഉണ്ടായിരിക്കാം, R&D സെന്ററുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ ഡേ ടു ഡേ അപ്ഗ്രഡേഷൻ നടക്കുന്നത് ഇത്തരം ഇതാണ്. അത് തന്നെ അല്ലാതെ എന്താ പറയാ സ്ട്രൈക്ക് ചെയ്തോ. അങ്ങനെയാണ് ഞാനും ഈ V-Guardലെ ക്വാളിറ്റി സർക്കിൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അതൊരു വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ചെലവില്ലാത്ത ഒരു റിസർച്ച് ആയിരുന്നു അത്. താങ്ക് യു. ഓൾ റൈറ്റ് സർ, താങ്ക് യു. സാറിന്റെ വേറൊരു ഒബ്സർവേഷൻ ഞാൻ വളരെ കൗതുകപൂർവ്വവും വളരെ ഇൻട്രസ്റ്റോടു കൂടിയും നോട്ട് ചെയ്തിട്ടുള്ളത്, ആഫ്റ്റർ യു സ്റ്റാർട്ടഡ് വീഗാലാൻഡ് ഇൻ കൊച്ചിൻ, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഗാലാൻഡ് ഇറ്റ് വാസ് ആൻ അബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് ദ വേൾഡ് ഐഡിയ. കാരണം തീം പാർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുതിയതല്ലെങ്കിലും പക്ഷെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വളരെ വലിയ രീതിയിൽ കേരളത്തിൽ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുത്ത് ആൾക്കാരുടെ ട്രസ്റ്റ് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹ്യൂമങ്കസ് എഫേർട്ട്, ഐ വുഡ് സേ. ഐ മീൻ ഐ ഡോണ്ട് നോ, സോ ഇഫ് ഐ വെയർ ടു ആസ്ക് യു സർ വെദർ ഡു യു കൺസിഡർ ഇത് ഏതാണ്, V-Guardന്റെ സക്സസ് ആണോ വീഗാലാൻഡിന്റെ സക്സസ് ആണോ ഓൺ എ പേഴ്സണൽ ലെവൽ ദാറ്റ് ഹാസ് ഗിവൺ യു മോർ സാറ്റിസ്ഫാക്ഷൻ? നല്ലൊരു ചോദ്യമാണ്, പലരും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ V-Guardന്റെ സക്സസ് ആണോ ഇപ്പോൾ വണ്ടർല പാർക്കിന്റെ ഇപ്പോഴത്തെ പേര് വണ്ടർലയുടെ സക്സസ് ആണോ എന്നെ കൂടുതൽ എക്സൈറ്റഡ് ആക്കി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വണ്ടർലയുടെ സക്സസ് ആണ്. കാരണം V-Guard പടിപടിയായിട്ടാണ് വളർന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം ചെറിയ ലെവലിൽ തുടങ്ങുന്നു, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുന്നു, അത് പിന്നെ ചെറുതായിട്ട് സ്കെയിലപ്പ് ചെയ്യുന്നു. അത് ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഈ കാണുന്ന നിലയിലാവുന്നത്. അങ്ങനെ ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആക്ച്വലി ഞാൻ മാറി ചിന്തിക്കുന്നതും അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കിൽ മേഖലയിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ട് അതിലേക്ക് കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ആ സമയമായപ്പോഴേക്കും 20 കൊല്ലമായപ്പോഴേക്കും V-Guard നല്ല നിലയിൽ വളർന്ന് വലുതായിട്ട്. അപ്പോൾ ഞാൻ മാറി നിന്നാലും V-Guard ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അത്രയ്ക്ക് നല്ല മാനേജേഴ്സ് ഉണ്ട്, അവരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ കൊണ്ടു കിടക്കാവുന്നതുള്ളൂ എന്നൊരു ധൈര്യത്തിലാണ് മാറി ചിന്തിക്കുന്നത്. പിന്നെ എങ്ങനെ വണ്ടർല അല്ലെങ്കിൽ പാർക്കിലേക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ വല്ലപ്പോഴും 2 വർഷം കൂടുമ്പോഴൊക്കെ വിദേശത്ത് ഹോളിഡേ പോവും, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് അന്ന് കാലത്ത് അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ലൈക്ക് ഡിസ്നി ലാൻഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുള്ള ഒരു അത്ഭുതത്തില് അതിന്റെ ചെറിയ പതിപ്പ് കൊച്ചിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു തോന്നലായിരുന്നു പിന്നീട് ഈ വണ്ടർല പാർക്ക് ഇവിടെ തുടങ്ങിയത്. പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഹെവി ആയിരുന്നു. ബാങ്ക്സും പിന്നെ ഞങ്ങളുടെ ഓഡിറ്റേഴ്സും കൺസൾട്ടൻസ് ഒക്കെ അവരൊരു സ്കെപ്റ്റിക്കലായിട്ട് അത് റിജക്റ്റ് ചെയ്തതാണ്. കാരണം ഇത് ഇത്രയും ലേബർ ഓറിയന്റഡ്, ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി കേരളത്തിലെ ഭയങ്കര റിസ്ക് അല്ലേ, വിജയിക്കില്ല എന്നുള്ളവർക്ക് അറിയ പോലും ഇല്ല, റിസ്ക് അല്ലേ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു, അത് വിജയിച്ചു. അപ്പൊ അത് നല്ല സക്സസ്ഫുൾ ആയി. പെട്ടെന്ന് 5 വർഷത്തിനുള്ളിൽ അത് ബാംഗ്ലൂർ തുടങ്ങി, പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദ് തുടങ്ങി, പിന്നെ ഇപ്പൊ ചെന്നൈയിൽ തുടങ്ങാൻ ഒരുങ്ങിയിരിക്കുമ്പോഴായിരുന്നു ഈ കോവിഡ് തുടങ്ങിയത്. അപ്പൊ തീർച്ചയായിട്ടും വണ്ടർലയാണ് അതിനകത്തൊരു വലിയ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു. ഓക്കെ സർ, ഈ വണ്ടർലയുടെ ഓപ്പറേഷൻസിൽ, അതായത് ഇനിഷ്യലി വീഗാലാൻഡ് വണ്ടർലയുടെ ഓപ്പറേഷൻസിൽ സാർ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ്, ഐ വാസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ നോട്ടിങ് ദിസ്. അതായത് സർ പല കോൺവെർസേഷൻസും പറയുന്നുണ്ടായിരുന്നു, അതായത് ദാറ്റ് യു വുഡ് ഗോ ടു വീഗാലാൻഡ് ആൻഡ് ഒബ്സർവ് ഫ്രം എ ഡിസ്റ്റൻസ്.
അവിടെ വരുന്ന കസ്റ്റമേഴ്സ്, ക്ലയൻസ്, കുട്ടികൾ, പേരൻസ് എങ്ങനെയാണ് പെരുമാറുന്നത്, അവർക്ക് നേരിടേണ്ടി വരുന്ന ചെറിയ വിഷമതകൾ പോലും പഠിച്ച് ആ ചെറിയ വിഷമതകൾ പരിഹരിച്ചാണ് മുമ്പോട്ട് പോയിട്ടുള്ളതെന്ന്. അത്രയ്ക്കും പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമല്ലേ നമുക്കൊരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കുട്ടികളുടെ തലമുറയ്ക്ക് ഇപ്പം in today I see a lot of students who want everything yesterday. I mean, they are not willing to do the work. It's like an instant pill. I am willing to put in the work, പക്ഷെ എനിക്ക് റിസൾട്ട് ഇപ്പൊ കിട്ടണം, നാളെ കിട്ടണം, മറ്റന്നാൾ കിട്ടണം എന്ന് ശടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു തലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? എന്താ പറയാ, ഏത് നല്ല കാര്യം വിജയിക്കണമെങ്കിൽ അതിൻ്റെ പുറകിലെ ഒത്തിരി ഹോംവർക്കും പിന്നെ ഒത്തിരി എഫേർട്ടും ടൈമും എനർജിയും ഒക്കെ വേണ്ടി വരും. അല്ലാതെ എന്താ പറയാ, സക്സസ് പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അല്ലാതെ ഇപ്പം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 44 വർഷമായി. 44 വർഷവും ഭാഗ്യം മാത്രം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യമല്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക, അതിനകത്തുള്ള ഒരു പാഷൻ. നേരത്തെ അജയ് സൂചിപ്പിച്ചത് നമ്മളെ പെയിൻസ്റ്റേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എനിക്കത് പെയിനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് എനിക്കൊരു ഹരമായിരുന്നു, അതിനൊരു പാഷനായിരുന്നു. കാരണം നമ്മളൊരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മുടെ ഒരു ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് ജനം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുള്ളത്, വണ്ടർല തുടങ്ങുമ്പോൾ ഒരു ധൈര്യം കൂടിയും കിട്ടിയത് എനിക്ക് ആ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ വണ്ടർലയുടെ പുറകില് ബിഹൈൻഡ് ദ കർട്ടൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് മിഷനറികൾ, ഒരുപാട് എന്താ പറയുക, അതിൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റംസ് ബിഹൈൻഡ് ദ കർട്ടൻ. അതായത് വെള്ളമാണെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ റൈഡ് ആണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഫിസിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറിങ്. അപ്പോൾ അതെനിക്കൊരു ഹരമായിരുന്നു, അതിനകത്തൊരു പാഷനായിരുന്നു. അല്ലാതെ പെയിൻസ്റ്റേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പെയിൻസ്റ്റേക്കിംഗ് ആവും? ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നമ്മള് ഒരു അമ്മ എന്താ പറയാ, പ്രസവിച്ച് വീണ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എന്തുമാത്രം എഫേർട്ട് ഇടുന്നു. അത് പെയിനായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, പെയിനല്ല, അത് സന്തോഷമായിട്ട് തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭാരമായിട്ട് തോന്നിയാൽ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല. അപ്പോൾ ഏത് കാര്യവും, കുട്ടികളായാലും ശരി, നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്താൽ നമ്മളതൊരു വാശിയിൽ, അതൊരു പാഷനായിട്ട് എടുത്താൽ നമുക്കതൊരു ഈസി ആയിട്ട് തോന്നുന്ന എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി പടിപടിയായിട്ട് വണ്ടർലയിൽ പല മോഡിഫിക്കേഷനും വരുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള വണ്ടർല പാർക്ക് ആയിത്തീരുന്നത്. താങ്ക് യു. ഓൾറൈറ്റ് സർ. സാർ അതിൽ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞത് വളരെ സന്തോഷം. കാരണം നമ്മള് ഒരു 10-12 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ നാഷണൽ സർക്യൂട്ട് ഓഫ് ഇന്റർ സ്കൂൾ സയൻസ് ക്വിസ് നടത്തുന്ന സമയത്ത് സാറുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. വീഗാലാൻഡ് വാസ് അവർ അസോസിയേറ്റ് സ്പോൺസർ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നടത്തിയ പ്രോഗ്രാംസിൽ, ബിക്കോസ് വീഗാലാൻഡ് വാസ് ഓൾസോ എ സ്പോൺസർ, ഞാൻ വീഗാലാൻഡിന്റെ റൈഡ്സിൽ നിന്നുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ക്വിസിൽ യൂസ് ചെയ്യുകയും അത് നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാംസിലൊക്കെ വന്നിട്ട് പ്രേക്ഷകർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. കാരണം എനിത്തിങ് ദാറ്റ് മൂവ്സ് ഹാസ് ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്. കാരണം വണ്ടർല പോലെയുള്ള ഒരു റൈഡ്, ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഫിസിക്സ്. അപ്പോൾ ഈ നമ്മൾ പഠിച്ച കാര്യം തന്നെ ശരിക്കും പ്രാവർത്തിക തലത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുക, അത് ചെയ്യാൻ പറ്റുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഐ തിങ്ക് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് യുവർ സെൽഫ്. അത് വീഗാർഡിലാണെങ്കിലും വണ്ടർലയിലാണെങ്കിലും അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നതിൽ വളരെ സന്തോഷമുണ്ട് സർ. ആൻഡ് സാറിന്റെ ഈ ജേർണി ഫ്രം an entrepreneur to now, how would you like to be addressed at this age? To be addressed at this stage എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇല്ല, ഞാൻ ഒരു എന്റർപ്രണർ ആയിരുന്നു, ഇപ്പോഴും ആണ്. ഇപ്പോഴും ഇപ്പൊ എനിക്ക് 70 years ആയി. എന്നിട്ടും ഞാൻ ഒരു 5 വർഷം മുമ്പ് സെക്കൻഡ് ജനറേഷൻ മക്കളൊക്കെ ബിസിനസ്സിൽ വന്നതിന് ശേഷം അരുണും ഇതിനും വീഗാർഡിന്റെയും വണ്ടർലയുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിന് ശേഷം
അവരെ അതൊക്കെ ഏൽപ്പിച്ച് ഇപ്പോൾ വീണ്ടും ഞാൻ അൺഎംപ്ലോയിഡ് ആയി. അങ്ങനെയാണ് ഞാൻ വീണ്ടും വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഒരു ബിൽഡർ ലൈനിലേക്ക് ഇറങ്ങുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയും നമ്മൾ ഫിസിക്സ് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാവുന്ന മാതിരത്തിലുള്ള സയൻസ് തന്നെയാണ് അവിടെയും, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ശരി നമുക്കത് പെട്ടെന്ന് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. പിന്നെ ധാരാളം കഴിവുള്ള മാനേജേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും, ഞാൻ ഫസ്റ്റ് ലെവലിൽ ഞാനൊരു എന്റർപ്രണർ തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് 3-4 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബട്ട് ബേസിക്കലി I will be an entrepreneur. Thank you. എക്സലന്റ് സർ. സർ, ഞാൻ വേറൊരു സാറിന്റെ ഒരു അപ്രോച്ചിനെ കുറിച്ച് ഞാൻ വളരെ കൗതുകപൂർവ്വവും സന്തോഷപൂർവ്വവും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് വിത്ത് സം റിയലി വെൽത്തി പീപ്പിൾ ഇൻ മൈ ഇന്ററാക്ഷൻസ്. അപ്പോൾ ദ മെജോറിറ്റി ഓഫ് ദം, ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം ഇൻ ടേംസ് ഓഫ് ദെയർ അപ്രോച്ച് വളരെ സ്റ്റിഫാണ്. നമ്മൾ കൊളോക്കിലി പറയുകയാണെങ്കിൽ കുറച്ച് വളരെ മസിൽ പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്, അധികം ചിരിക്കാറില്ല, ഓപ്പൺ അപ്പ് ചെയ്യാറില്ല. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ സാർ, ഒരു വളരെ റീസെന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, ഒരു പബ്ലിക് ഫോറത്തില് you did an impersonation of another person and you were so happy doing it. അത് എനിക്കറിയില്ല, ഒരു ഫോബ്സ് ലിസ്റ്റ് ഓഫ് ബില്യനെയറിൽ വന്നിട്ടുള്ള വേറെ ആരെങ്കിലും ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വളരെ സന്തോഷപൂർവ്വം ചെയ്യുമോ എന്ന്. സോ വാട്ട് ഈസ് യുവർ മെന്റൽ മേക്കപ്പ് വെൻ യു ഡു ഓൾ ദാറ്റ്? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു വ്യക്തിക്കും ഞാൻ പറയും, നമ്മളെല്ലാവരും ഒരു എബവ് ആവറേജ് കോമൺ സെൻസും ഇന്റലിജൻസും ഉള്ളവരാണല്ലോ. അപ്പോൾ നമുക്കും കുറച്ച് ഹോബീസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടെങ്കിലും ആളുകളെ മിമിക് ചെയ്യാനും അല്ലെങ്കിൽ കോമഡിയിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വേദി കിട്ടിയപ്പോൾ ഞാനത് ഗ്രാബ് ചെയ്തു. ഫ്ലവേഴ്സ് ചാനലിലായിരുന്നു അത് ആദ്യം 2 തവണ അവർ എന്നെ കാസ്റ്റ് ചെയ്തത്. അവരുടെ കോമഡി ഷോയിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. എന്നിട്ട് ചെറിയ തമാശകളൊക്കെ കാണിച്ച് ഇറങ്ങി. അപ്പൊ ഞാൻ പക്ഷെ അതേസമയം അങ്ങനെ ഒരു കൊമേഡിയൻ ഒന്നല്ല, ബട്ട് ഐ ലൈക്ക് കോമഡി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോമഡി ഷോസ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ സന്തോഷം. ഞാൻ പലപ്പോഴും പറയും, നമ്മൾ അങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതായത് ഞാൻ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്, അതായത് അത് ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം. അവരുടെ വിചാരം അവരാണ് എല്ലാം കൊണ്ടു നടക്കുന്നത്, അവരാണ് എല്ലാം താങ്ങി നടക്കുന്നത്. ഞാൻ പറയും, ഈ ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ഞാനില്ലെങ്കിൽ പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. അതായത് ഞാൻ ഒരു സാധാരണക്കാരനായിട്ടാണ് നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്നത്. സ്കൂൾ ലെവലിലോ കോളേജ് ലെവലിലോ ഞാൻ ഒരിക്കലും ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല. ഒരു എബവ് ആവറേജ്, ഒരു മീഡിയോക്കർ അല്ലെങ്കിൽ എബവ് ആവറേജ് എന്ന് മാത്രം. അങ്ങനെയുള്ളൊരു ഞാൻ ഇതുപോലെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് പടിപടിയായിട്ടുള്ള അവസരങ്ങൾ ഞാൻ എൻകാഷ് ചെയ്തതാണ്. പിന്നെ ഞാൻ ആ കൂടി എൻ്റെ തറവാട്ടിൽ നിന്ന് 1,00,000 രൂപ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നാട്ടുകാർ തന്നിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്കങ്ങനെ അഹങ്കരിക്കാനൊന്നും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പറ്റാവുന്ന സമയങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അല്ലാതെ മസിൽ പിടിച്ചാലൊന്നും നമ്മുടെ സ്ഥാനം നിലനിർത്താനും പറ്റില്ല. കോമഡി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനം ഒഴുകി പോകാനും പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. That is excellent, sir. ഞാൻ സാറിന്റെ സൈറ്റിൽ നിന്ന് കടമെടുക്കുന്ന ഒരു കോട്ടാണ്. I really liked it. I mean, it is something that ഞാനും കുട്ടികളുടെ അടുത്ത് എൻ്റെതായിട്ടുള്ള ശൈലിയിൽ പറയുന്ന ഒരു മെസ്സേജ് തന്നെയാണ്. Let me try to quote that here. Unless you are willing to take several scars on your body, as in battle scars, you cannot hope to have any stars on your lapel. എന്നുള്ള ഒരു മെസ്സേജ് സാറിന്റെ സൈറ്റിൽ ഞാൻ കണ്ടു. ആൻഡ് ദാറ്റ് ഈസ് എ റിയലി പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതായത് റിസ്ക് എടുക്കണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വളരെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇതിങ്ങനെ വളരെ പവർഫുൾ ആയിട്ട് when it comes from somebody who has really achieved success in business, ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസിന്റെ ഒരു സാറിന്റെ ലെൻസിൽ കൂടെ ഒരു മെസ്സേജ് ഒന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും.
തീർച്ചയായിട്ടും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു സ്ലോഗനാണത്. ആക്ച്വലി ആ സ്ലോഗൻ ഞാൻ എൻ്റെ സ്വന്തം ഒന്നും അല്ല കേട്ടോ. അത് വേറെ എവിടെയോ ഞാൻ വായിച്ചത്, ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് ഞാൻ അത് പ്രൊജക്റ്റ് ചെയ്തെന്ന് മാത്രം. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എന്താണ് വിത്തൗട്ട് പെയിൻ ദർ ഇസ് നോ ഗെയിൻ എന്നൊക്കെ പറയാറുള്ളതിൻ്റെ സെയിം മീനിങ് തന്നെ. അതായത് അൺലെസ് യു ഗെറ്റ് സം സ്കാർസ് യു കാൻ റീച്ച് സ്റ്റാർസ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ എഫർട്ട് ഇടാതെ ഒരിക്കലും എന്താ പറയുക ഗെയിൻസ് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. പല വേദികളിലും ഞാൻ പറയാറുണ്ട്, ഈ നല്ല സ്വിമ്മർ ആവണമെങ്കിൽ ക്ലാസ് റൂം ലെക്ചർ മാത്രം കേട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എഫർട്ട് എടുത്ത് സ്വിം ചെയ്ത് സക്സസ്ഫുൾ ആയി തന്നെ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ബുക്ക് വായിച്ചിട്ട് നല്ലൊരു സ്വിമ്മർ ആവും എന്ന് വിചാരിച്ചാൽ മണ്ടത്തരമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ അറിയാം. അതായത് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളവരുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ആരും തന്നെ വലിയ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് അല്ല. ഇവരെല്ലാം പടിപടിയായിട്ട് ഉയർന്നിട്ടുള്ളതാണ്, അവസരത്തിനൊത്ത് ഉയർന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ജീവിത വിജയം കൈവരിക്കുന്നത്. ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരിക്കാം, പക്ഷെ അല്ലാത്തവർക്കും സാധിക്കുമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ബുദ്ധിമുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഒരു സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, നമ്മളൊരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അല്ലെങ്കിൽ അടുത്ത മാസം സക്സസ് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സർ. ഇനി ഞാൻ ടച്ച് അപ്പോൺ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. We are literally talking to a person, we are talking to a person who has quite literally cut off one part of his body and given practically life to another person, and that to a total stranger. ഞാൻ ഈ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് സാറിന് ചില സമയത്ത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, പക്ഷെ ഐ എം ജസ്റ്റ് കോപ്പിങ് പേസ്റ്റിംഗ് ഫ്രം സം ഓഫ് ദ മീഡിയ. ടോട്ടൽ സ്ട്രേഞ്ചർ എന്നുള്ള വാക്ക് സാറിന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയാണ് അത് ആ ഒരു ഇൻസിഡന്റിനെ മീഡിയ പോർട്രേ ചെയ്തത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മെസ്സേജ്. അതിൽ ഞാനത് ആ ഒരു കമ്പാരിസൺ നടത്താൻ, without making it sound too dramatic, മഹാത്മാ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ ഒരു അംശം പോലെയെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ you could have actually donated n number of operations or money to have this kidney transplant to, let us say, 100 or 1,000 people, but then you chose to actually give your own. അത് ചെയ്യാനുണ്ടായിരുന്ന വികാരം എന്തായിരുന്നു സർ? ഇല്ല, അത് നേരത്തെ അജയ് പറയുന്ന പോലെ അത്രയ്ക്ക് വലിയ ഗംഭീര അല്ലെങ്കിൽ വലിയ ഒരു സാക്രിഫൈസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ എത്രയോ പേര് അവരുടെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കിഡ്നി ദാനം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലിവറിൻ്റെ ഒരു പാർട്ട് ദാനം ചെയ്തിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് എൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു രോഗികളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ പല രോഗികളായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുകയും, അപ്പോൾ അങ്ങനെയാണ്. അതേസമയം ഡോക്ടേഴ്സായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നു, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ലേണഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്നു. മറുവശത്ത് ഭയം കൊണ്ട്, പേടികൊണ്ട് പലപ്പോഴും സ്വന്തം അനിയനോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ കിഡ്നി കൊടുക്കാനായിട്ട് പേടിയുള്ള ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സാധ്യതയുണ്ടോ, എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ? ഞാനത് 60ാമത്തെ വയസ്സിലാണ് അത് ചെയ്തത്. അപ്പോൾ അതേസമയം നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ 30ാമത്തെ വയസ്സിലും 35ാമത്തെ വയസ്സിലും ഉണ്ടായിരുന്നോ? ഇല്ല. 60ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടി. ഞാൻ വെൽ സെറ്റിൽഡായി, ഫാമിലി വെൽ സെറ്റിൽഡായി, മക്കൾ വെൽ സെറ്റിൽഡായി. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ചില റിസ്ക് എടുത്തുകൂടാ? അതേസമയം ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ പറയുന്നു, ആരോഗ്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ ഒരു അപാകതയില്ല, ഒരു ദോഷവും വരാനില്ല. എന്നാൽ പിന്നെ അതൊരു
ഒരു അഡ്വഞ്ചറായിട്ട് എടുക്കാം. അതോടൊപ്പം സമൂഹത്തിലേക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതായത് എന്ന് വിചാരിച്ചു, അതായത് നമ്മൾ എത്ര പ്രസംഗിച്ചാലും ഒരു പ്രവൃത്തി ചെയ്ത് കാണിച്ചാലേ ഒരുപാട് പേർക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് നമ്മളൊരു പ്രവൃത്തി. അപ്പോൾ ഞാൻ പടിപടിയായിട്ട് ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തു. അവര് പല ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ എന്താ പറയുക, 60ാമത്തെ വയസ്സിലും എനിക്ക് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരു സ്വകാര്യ അഹങ്കാരമായി. അപ്പോൾ അതൊന്ന് തെളിയിക്കണം. അതേസമയം അടുത്ത ബന്ധുക്കൾക്കാർക്കും അങ്ങനെ ഒരു രോഗികളില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ട്രക്ക് ഡ്രൈവർക്ക് ഈ ഒരു ചാൻസ് കിട്ടിയത്. തികച്ചും ഒരു പരിചയമില്ലാത്ത ആൾ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ ട്രക്ക് ഡ്രൈവർക്ക് മാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ, അയാളുടെ വൈഫ് കൊടുക്കാൻ തയ്യാറായിരുന്നു, ഭാര്യയെ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്തിരുന്നില്ല. അപ്പൊ ആ ലേഡി വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡ്രൈവർക്ക് കൊടുക്കാമെന്നും ആ ലേഡി വേറൊരാൾക്ക് കൊടുക്കാമെന്നും, അങ്ങനെ അത് കിട്ടുന്ന ഒരു പയ്യനായിരുന്നു. അവൻ്റെ അമ്മ വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനെ ഒരു 4 തവണ അത് കൈമറിഞ്ഞു. അപ്പോൾ ഒരു ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കണം. അത് ചെയ്ത് കാണിച്ചു. ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, അയാൾക്കൊരു കുഴപ്പമില്ല. ആ ട്രക്ക് ഡ്രൈവർ എൻ്റെ പഴയ സ്പെയർ പാർട്ട് ഉപയോഗിച്ച് ഇപ്പോഴും ട്രക്ക് ഓടിക്കുന്നില്ലെങ്കിലും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. തന്നെയല്ല, സമൂഹത്തിലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. എൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊട്ടേഷൻസ്, അതിന്റെ ഒരു സാറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. വൺ ഓഫ് ദോസ് കോട്ട്സ് which has really impressed me is ഇത് ഇൻഫോസിസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തി സാറിനെ കുറിച്ച് അദ്ദേഹത്തോട് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഈ ഇൻഫോസിസ് വളരെ ഫേമസ് ആയിട്ട് വന്നു തുടങ്ങി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അതായത് "It has taken me 25 years of hard work to become an overnight success" എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഒരു കോട്ടുണ്ട്. വേറെ ഒരെണ്ണം, ഇത് ഫോർബ്സിന്റെ ലിസ്റ്റിൽ ഞാനിത് പറയുന്ന കാരണം കുട്ടികൾക്ക് ഈ ഫോർബ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി റിയൽ ആസ്പിറേഷണൽ ഓർ റിയൽ ഗുഡ് തിങ്കിങ്. സോ സർ, ഫോർബ്സ് ലിസ്റ്റ് ഓഫ് ബില്യനേഴ്സിൽ ഇടം പിടിച്ചത് ആയതുകൊണ്ട് ഈ ഫോർബ്സിന്റെ ലിസ്റ്റിലെ വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആയിട്ട് പല തവണ വന്നിട്ടുള്ള കാർലോസ് സ്ലിം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, അതായത് "Me being the richest man in the world, that is just like water on the duck's back. I just walk off and it just falls off. I don't care about it" എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തു. അപ്പോ ഈ ഒരു 2 മെസ്സേജസിനെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് സാറിന് ഒരു ചെറിയ ത്രെഡ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഞാൻ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം വീട്ടിൽ കൃഷിയായിരുന്നു ഞങ്ങളുടെ പേരൻസിനും ബാക്കി റിലേറ്റീവ്സിനൊക്കെ. സാമ്പത്തികം എല്ലാം സ്ട്രോങ് ആണ്, ധാരാളം കൃഷിഭൂമിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു നാട്ടിൻപുറത്ത് നിന്ന് വന്ന ഞാൻ ഇതുപോലെ പടിപടിയായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ മാത്രം മിടുക്കല്ല, എന്നോടൊപ്പം നിന്ന ഒരുപാട് പേരുടെ കഴിവും കൂടി എൻ്റെ പുറകിലുണ്ട്. പിന്നെ ഈ ഇത്രയും പണം സമ്പാദിക്കുമ്പോൾ നമ്മുടെ മാത്രം മിടുക്കല്ല, അതിൻ്റെ ഒരു വിഹിതം സമൂഹവും എന്താ പറയുക, അതിന് അവർക്ക് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശ്രീ നാരായണമൂർത്തിയോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. നാരായണമൂർത്തി മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഒരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ 10-20 വർഷമായിട്ടൊരു മാറ്റം ഉണ്ടായത്. പണ്ട് പണക്കാരെ സാധാരണ ജനങ്ങൾക്ക് പുച്ഛമായിരുന്നു. ഇപ്പോൾ നല്ല ബഹുമാനം കിട്ടുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഒരു ചേഞ്ചാണ്. കാരണം പണ്ടൊക്കെ എത്ര പണം കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാന്നുള്ള ഒരു പ്രാക്ടീസേ ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലൊക്കെ അത് വളരെ സർവ്വസാധാരണമായിരുന്നു. ആ ഒരു പാത വെട്ടിത്തുറന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണറാണ് ശ്രീ നാരായണമൂർത്തി. അതുപോലെ സെക്കൻഡ് ജനറേഷൻ എന്റർപ്രണറാണ് അസീം പ്രേംജി. അതുപോലെ ഇപ്പോൾ ധാരാളം പേര്, ഞാൻ മാത്രമല്ല ധാരാളം പേര് ഇത്തരം ഇങ്ങനെ സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യാന്നുള്ളൊരു ആശയമായിട്ട് മുന്നോട്ട് വന്നു. കാരണം നമുക്ക്
സന്തോഷമുണ്ട്. ഇന്ത്യ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ അടുത്ത കാലങ്ങളിലെ ഒരു എക്കണോമിക് ഒരു പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന ധാരാളം പേര് ഉണ്ട്. അപ്പൊ അവരെ സഹായിക്കണമെങ്കിൽ, അവർക്ക് ഒരു കൈത്താങ്ങ് കിട്ടണമെങ്കിൽ ഇനിയും നമുക്ക് അമേരിക്കയുടെ സഹായമോ അല്ലെങ്കിൽ യൂറോപ്പിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പണം നമ്മളുടെ, കാരണം നമ്മൾ ഇപ്പോൾ പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ ഒരു എത്ര പണം ഉണ്ടെങ്കിലും ഒരാൾക്ക് എന്തുമാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് എത്രമാത്രം ഡ്രസ്സ് ഇടാൻ പറ്റും? രണ്ട് മൂന്ന് ഡ്രസ്സ് ഒരുമിച്ചിടാൻ പറ്റുമോ? വട്ടാന്ന് പറയില്ലേ, ഭ്രാന്താന്ന് പറയില്ലേ? അപ്പൊ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് നല്ല പൂർണ്ണ ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ. താങ്ക് യു. Thank you, sir. I think students, we have taken 30 minutes plus of sir's time. On behalf of everybody at the Physics Chamber, all my students, their parents, and everybody who subscribe to our channels on the social media, etc., I would like to thank you, sir, for spending this time and giving this message to the younger generation. Thank you so much for joining us, sir. Thank you, Ajay. Thank you for inviting me. I hope we had a good interaction, and I hope our students will enlightened and they will get some glimpse of wisdom out of this. Good. Thank you. Wish you all the best. And I have to add one more thing, actually, Ajay. You are also creating wealth, in the sense you are creating wealth in the sense you are creating number of entrepreneurs, professionals, future entrepreneurs, professionals. That way, I have to congratulate once again Physics Chamber. Wish you all the best. Bye. Thank you.